ഹലോ, വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പനീർ കോഫ്ത കറിയാണ്. വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കോഫ്ത ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പനീർ, ചെറുതായിട്ടരിഞ്ഞ സവോള, മല്ലിയില, ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം. അപ്പോൾ ഇത് കോട്ടാവാൻ വേണ്ടി കോൺഫ്ലവറോ മൈദയോ ചേർക്കാം. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ആ വെജിറ്റബിൾസിലുള്ള വാട്ടർ കണ്ടൻറ്റിൻ്റെ അളവനുസരിച്ചാണ്. വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ല ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഓരോ ബോൾസ് ആയിട്ട് എടുക്കാം. മീഡിയം സൈസിലുള്ള ബോൾസ് മതി. നല്ല ടൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും ഇത്. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഇത് കോൺഫ്ലവറിലൊന്ന് ജസ്റ്റ് കോട്ട് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇടുന്ന ടൈമിൽ സൂക്ഷിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ് എ ടൈം 3-4 എണ്ണം ഇട്ട് ഫ്രൈ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബോൾസ് ഇടുന്ന ടൈമിൽ ചെറുതായിരിക്കും, ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇച്ചിരി വലുതാവും. അപ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും വറുത്ത് കോരാം. ഗ്രേവിക്ക് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണ്, ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലാണ് എടുത്തേക്കുന്നത്. പിന്നെ ഉണക്കമുളക്, പട്ട, ഇല, ഗ്രാമ്പു, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. പെരിഞ്ചീരകം ഇടുക. ജസ്റ്റ് ഇതൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് സവോള ചേർക്കാം. ഇത് അരച്ചെടുക്കാനുള്ളതാണ്, അപ്പോൾ എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. കോഫ്തയ്ക്ക് ഉപ്പുണ്ട്, അപ്പോൾ ഗ്രേവിക്കുള്ള മാത്രം ഉപ്പ് ചേർത്താൽ മതി. നല്ല ബ്രൗൺ കളറാവുന്ന ടൈമിൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓരോന്നും വെച്ചാൽ മതി, അധികം ഒന്നും ചേർക്കണമെന്നൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കാഷ്യൂ നട്ടും ബദാമും ചേർത്ത് കൊടുക്കുക. ഇതൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ആ സെയിം പാൻ തന്നെ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ജീരകം പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കുറുക്കിയെടുക്കുക. ഇതൊന്ന് കുറുകി വരുന്ന ടൈമിൽ ആ ജാറ് കഴുകിയിട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് ഒന്ന് കുറുകി ഒന്ന് തിളച്ചൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇത് അധികം എരിവില്ലാത്തൊരു കറിയാണ്, അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടിയൊക്കെ. ഇത് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, കുറച്ച് ഫാറ്റുള്ള പാല്. അല്ലാന്നുണ്ടെങ്കിൽ പാല് തിളച്ച് വരുന്ന ടൈമിൽ അതിൻ്റെ മുകളിലുണ്ടാകുന്ന പാട എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കോഫ്ത ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിൽ കോഫ്ത പാത്രത്തിൽ നിരത്തി വെച്ച് അതിൻ്റെ മുകളിൽ ഈ ഗ്രേവി ഒഴിച്ച് കൊടുത്താലും മതി. ഈ കോഫ്ത ഇടുന്ന ടൈമിൽ തീ ഓഫ് ചെയ്യുക. അവസാനം കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ഇടുക. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു റീക്യാപ്പ് നോക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ കോഫ്ത എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.